ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊട്ടിയൂർ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞങ്ങൾ രാത്രി ഒരു 11:15 ആകുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച രാത്രിയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര തുടങ്ങിയത്. ശനിയാഴ്ച ഒരു 2:45 ആകുമ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിയത്. അത് കഴിഞ്ഞതിന് ശേഷം പുഴയിൽ മുങ്ങി ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം വരി വെക്കാൻ തുടങ്ങിയ പിന്നെ 3 മണിയൊക്കെ ആകുമ്പോൾ വരി നിൽക്കാൻ തുടങ്ങിയിട്ട് 6 മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ അമ്പലത്തിലേക്ക് എത്തുമ്പോൾ. അങ്ങനെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ശനിയാഴ്ച ആയതുകൊണ്ടും പിന്നെ ഇത് തുടങ്ങിയിട്ട് ഒരാഴ്ചയൊക്കെ ആയല്ലോ, അപ്പോൾ അതുകൊണ്ടേയിരിക്കും നല്ല തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴ ഇല്ലാത്തതിനെ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ. മഴയും കൂടി പെയ്യച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് ആൾക്കാരെ അങ്ങനെ കയറ് കെട്ടിയിട്ട് അങ്ങനത്തെ അപ്പുറത്തേക്ക് വിടുന്നത് തൊഴാനായിട്ട്. ഞാൻ കുറേ മുമ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ. അച്ഛമ്മേൻ്റെ കൂടെ വന്നതാണ്. ഒരു 3-ലോ 4-ലോ ഒക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ അച്ഛമ്മേൻ്റെ കൂടെ വന്നൊരു ചെറിയ ഓർമ്മയാട്ടോ എൻ്റെ മനസ്സിലുള്ളത്. അന്ന് നല്ല ഉരുളൻകല്ലൊക്കെയാണ് കേട്ടോ ഈ നടന്ന് പോകുന്ന വഴികളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ വല്ലാതെ കല്ലുകളൊന്നും വല്ലാതെ കാണുന്നില്ല കേട്ടോ നടക്കുന്ന വഴിയിൽ. അപ്പം ഈ വെള്ളത്തിൽ കൂടെ നടന്നിട്ടാണ് കേട്ടോ നമ്മൾ ചുറ്റുന്നത്. അതിൻ്റെ ഉള്ളിൽ തൊഴാനുള്ള വരിയാണ് കേട്ടോ ഈ കാണുന്നത്. ആ വരി നിന്നാൽ മാത്രമേ ഉള്ളിലുള്ളത് പോയിട്ട് നമുക്ക് തൊഴാൻ കഴിയുള്ളൂ. ബാക്കി പുറമേ കൂടെ വരുന്നവർക്ക് പുറമെ വലം വെച്ച് പോകാനേ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുറ്റിലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ പ്രസാദമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ദേവസ്വത്തിൻ്റെ ഒരു വഴിപാട് ഒക്കെ ഷീട്ടാക്കുന്ന കൗണ്ടറുണ്ട് കേട്ടോ, അവിടേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് വേണ്ടവരൊക്കെ ഷീട്ടാക്കുകയൊക്കെ ചെയ്ത് ഇത് ഒക്കെ കഴിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇവിടെയാണ് കേട്ടോ അത് വഴിപാട് കൗണ്ടറുള്ളത്. ഇനി എല്ലാ പരിപാടികളും തൊഴിലൊക്കെ കഴിഞ്ഞതിനെ കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അങ്ങനെ കൊട്ടിയൂരപ്പനെയൊക്കെ തൊഴുത് മനസ്സിന് സമാധാനത്തോടു കൂടി നമ്മൾ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ രാത്രി പോയ വഴികളാണ് കേട്ടോ അത്. ഇത് ഇപ്പോൾ തിരിച്ച് വരുമ്പോഴാണ് ശരിക്കും കാണുന്നത്. ഈ പാലത്തിൽ കൂടിയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇവിടെ ഒരു കല്ല് അട്ടിക്ക് വെക്കണ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആഗ്രഹം പറഞ്ഞ് വെച്ചാൽ ആഗ്രഹം സാധിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അക്കരെ കൊട്ടിയൂരിന്ന് ഇക്കരെ കൊട്ടിയൂരിലേക്ക് എത്തിയേ. ഇവിടെ നല്ല തിരക്കാണേ. ഇവിടെ അമ്പലം അങ്ങനെ തുറന്നിട്ടൊന്നുമില്ല. പക്ഷേ അവിടെ പോയി വന്നാൽ ഇവിടെ വന്ന് തൊഴണം എന്നാണ് കേട്ടോ. അവിടെ തൊഴുത് വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് ഓടപ്പൂവ് വാങ്ങാനായിട്ടാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉള്ള ഇതാണ് കേട്ടോ ഈ പൂവ്. ഇത് എല്ലാവരും വീട്ടിൽ കൊണ്ടുപോയിട്ട് തൂക്കിയിടുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ തോളിൽ ഇളനീര് വെച്ചിട്ട് ഇങ്ങനെ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്ന കുറേ കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഇളനീർ വെപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത്. കുറേ ആൾക്കാർ ഇങ്ങനെ തോളിൽ ഇളനീര് ഒരു ഇതിൽ വെച്ച് കെട്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രൂപ്പായിട്ടും ഒറ്റയ്ക്കും കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. അവിടുത്തെ ദേവിക്ക് ഭയങ്കര ശക്തിയാണെന്നാണ് കേട്ടോ അറിഞ്ഞിട്ടുള്ളത്. ഇവിടെ വിഗ്രഹം 2-3 പ്രാവശ്യം കള്ളന്മാർ കൊണ്ടുപോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ എത്തി എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. നല്ലൊരു അമ്പലമാണ് കേട്ടോ. അവിടെ കുറേ വെട്ടുകല്ലുകൾ കൊണ്ടാണ് കേട്ടോ അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറേ പണി നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ 11:30 സമയത്താണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലത്തെ ഭക്ഷണം ഇവിടെ നിന്നാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ കഥകളിയുടെ സ്ത്രീരൂപം ഉണ്ടായത് ഈ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ അവിടെ വെച്ചിട്ടാണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. പഴശ്ശിരാജേൻ്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾ എത്തിയത് മാമാനിക്കുന്ന് അമ്പലത്തിലേക്കാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട് കേട്ടോ. നമ്മളവിടെ കൊട്ടിയൂരിൽ കണ്ട ആൾക്കാർ അധികം ഇവിടേക്കും വരുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേക വഴിപാടുണ്ട് കേട്ടോ. തേങ്ങേനെ കൊണ്ടുവന്ന് മറിസ്തംഭം നീക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വഴിപാടാണ്. പിന്നെ ഇവിടുത്തെ കുളം ഒരു സൂപ്പർ കുളമാണ് കേട്ടോ. ഞങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നപ്പം കണ്ടതാണ് അത്. പിന്നെ നമ്മൾ വന്ന വണ്ടിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും തിരിച്ച് വണ്ടി കയറി പോരാൻ നിൽക്കുകയാണ്. ഉച്ചഭക്ഷണം നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത്. ഇപ്പോൾ ഇതാ മുത്തപ്പൻകാവിൻ്റെ അടുത്ത് എത്താറായ ആ താഴേക്ക് കാണുന്നതാണ് കേട്ടോ മുത്തപ്പൻകാവ്. അപ്പോഴത്തേന് നല്ല മഴയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ താഴേക്ക് വണ്ടി കൊണ്ടുവരാൻ കഴിയാഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. പിന്നെ അവിടെ കുളത്തിലൊക്കെ പോയി കൈയും കാലമൊക്കെ കഴുകിയതിൻ്റെ ശേഷം കേട്ടോ അമ്പലത്തിലേക്ക് വന്ന് കുളത്തിൽ നിറച്ച് മീനുകളുണ്ടായിരുന്നേ.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എല്ലാവരും കൈയും കാലൊക്കെ കഴുകിയതിന് ശേഷം അമ്പലത്തിലേക്ക് പോകുന്നു കേട്ടോ. ഈ മുത്തപ്പൻകാവിലും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങളവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം തന്നെ ഇവിടെയൊക്കെ നല്ലോണം ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ മുത്തപ്പൻകാവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കയറി അതിൻ്റെ ശേഷം ചായയും പയറും ഉണ്ടായിരുന്നേ, മമ്പയറും തേങ്ങാപ്പൂളും ഒക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ പോരാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ നല്ല മഴ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു അലേർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ വേഗം അവിടുന്ന് തിരിച്ച് പോന്നു കേട്ടോ. രാവിലെ മുതൽ ഞങ്ങൾക്ക് മഴയൊന്നും ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അത്ര നല്ല മഴയൊന്നും. പിന്നെ ഇവിടെ മുത്തപ്പൻകാവിലെത്തി തിരിച്ച് പോരുമ്പോഴാണ് കേട്ടോ മഴേൻ്റെ ശക്തി അങ്ങോട്ട് കൂടിയത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ, ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഉണ്ട് മുത്തപ്പൻ്റെ ഒരു നായ ഞങ്ങളെ കൂടെ ഇങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോൾ അവിടെ തന്നെ ഞങ്ങളെ കൂടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അത്. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരാനായിട്ട് ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയിട്ടോ. അങ്ങനെ തിരിച്ച് പോരുമ്പോൾ അടിപൊളി മഴയാണ് കേട്ടോ പെയ്യുന്നത്. അങ്ങനെ ഇതാക്കണം ഞങ്ങൾ ഈ പ്രാവശ്യത്തെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ പോരുന്ന വഴിക്ക് കുറേ ദൂരം നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. വീട്ടിലെത്തുന്നവരെ തന്നെ പറയാം, രാവിലെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കേട്ടോ, റെഡ് അലേർട്ടാണെങ്കിലും. അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.